അഴിമതി ആരോപണങ്ങൾക്കിടെ കൊരട്ടി ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു മണവാളനെ സ്ഥലം മാറ്റി അന്വേഷണ സമിതി വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ. ആമ്പല്ലൂരിൽ എൻജിൻ ഓയിൽ വിൽപ്പനശാലയിൽ വൻ അഗ്നിബാധ, നഷ്ടം 40 ലക്ഷത്തിലേറെ രൂപയുടെ. ഹാരിസൺ റബ്ബർ പ്ലാന്റേഷനിലെ ചൊക്കൻ എസ്റ്റേറ്റ് ക്യാന്റീന് സമീപം വീണ്ടും കാട്ടാനയിറങ്ങി, തൊഴിലാളികൾ ഭീതിയിൽ. കൊരട്ടി ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു മണവാളനെ സ്ഥലം മാറ്റി. അങ്കമാലി എറണാകുളം രൂപതയുടെ അറിയിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഞായറാഴ്ചയിലെ കുർബാനകൾക്ക് ശേഷമാണ് അരമനയിൽ നിന്നുള്ള ഉത്തരവ് വിശ്വാസികളെ രേഖാമൂലം അറിയിച്ചത്. പള്ളിയുടെ ദൈനംദിന പ്രവർത്തനം, തിരുനാൾ നടത്തിപ്പ്, കെട്ടിട നിർമ്മാണം എന്നിവയിലുണ്ടായ 6 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് സ്ഥലം മാറ്റം. ഇത് സംബന്ധിച്ച് രൂപതയിൽ നിന്ന് 3-അംഗ സമിതിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരുന്നു. അതേസമയം അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ ക്ഷുഭിതരായ ഏതാനും പേർ ഞായറാഴ്ചയും പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രവർത്തനങ്ങളിൽ ചില ക്രമക്കേടുകൾ സംഭവിച്ചെന്നും ഇതിനെക്കുറിച്ച് തുടർ അന്വേഷണം ഉണ്ടാകുമെന്നാണ് കുർബാനകൾക്കിടെയുള്ള അറിയിപ്പുകളിൽ വ്യക്തമാക്കിയത്. എന്നാൽ എത്ര രൂപയുടെ അഴിമതി നടന്നെന്ന് അറിയണമെന്നും കുറ്റക്കാർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കണമെന്നും വിശ്വാസികൾ പള്ളി അധികൃതരോട് ആവശ്യപ്പെട്ടു. ആമ്പല്ലൂരിൽ എൻജിൻ ഓയിൽ വിൽപ്പനശാലയിൽ വൻ അഗ്നിബാധ. ദേശീയപാതയോരത്തുള്ള അഞ്ചേരി സ്വദേശി വല്ലച്ചിറക്കാരൻ ബൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള തോംസൺ ലൂബ്രിക്കൻസ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. കാൽടെക്സ് കമ്പനിയുടെ ഡീലർ സ്ഥാപനമാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ഇറക്കിയ മുഴുവൻ ഓയിൽ ക്യാനുകളും അഗ്നിക്കിരയായി. 40 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അഗ്നിബാധയ്ക്ക് കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം. പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ 3 യൂണിറ്റ് ഫയർഫോഴ്സ് 1.5 മണിക്കൂറിലേറെ പ്രയത്നിച്ചാണ് തീയണച്ചത്. വ്യാപകമായി ഉയർന്ന പുക രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. ഹാരിസൺ റബ്ബർ പ്ലാന്റേഷനിലെ ചൊക്കന എസ്റ്റേറ്റ് ക്യാന്റീന് സമീപം വീണ്ടും കാട്ടാനയിറങ്ങി. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാഡികൾക്ക് സമീപത്തെ ചെറ്റക്കൽ പൈലിയുടെ വാഴ കൃഷി ആനകൾ നശിപ്പിച്ചു. പാഡിക്ക് പുറകിലുള്ള കോഴിക്കൂടും ആന കേടുവരുത്തി. പുലർച്ചെയാണ് ആനയെത്തി നാശമുണ്ടാക്കിയത്. 3 മാസം മുൻപും ഇതേ സ്ഥലത്ത് കാട്ടാനയിറങ്ങി വാഴകൃഷി നശിപ്പിച്ചിരുന്നു. പാഡികൾക്ക് സമീപം കാട്ടാനയിറങ്ങുന്നത് തൊഴിലാളികളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. കുളിക്കുന്നതിനിടെ പുഴയിൽ കുഴിയിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. കൊണ്ടോട്ടി പന്തളംചേരി വീട്ടിൽ സെയ്തലവിയുടെ മകൻ 24 വയസ്സുള്ള മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത്. ശനിയാഴ്ച ചാലക്കുടി പുഴയിലെ വെറ്റിലപ്പാറയിലായിരുന്നു അപകടം. മാഞ്ഞാലിയിലെ SNG കോളേജിലെ MCA 1-ാം വർഷ വിദ്യാർത്ഥിയാണ്. നാട്ടിക SN കോളേജ് ഗ്രൗണ്ടിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. നാട്ടിക AKG കോളനി സ്വദേശി പാലക്കാടൻ മണ്ണാമ്പറമ്പിൽ ചന്ദ്രന്റെ മകൻ 24 വയസ്സുള്ള കിഷോറാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 7:45 അപകടം. വാടാനപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്നതിനിടെ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു. പേരപ്പാറ ഡാം ഏറ്റെടുക്കൽ പൂർത്തിയായി. ഏറെക്കാലങ്ങളായി നിയമതർക്കത്തിലായിരുന്ന പേരപ്പാറ ഡാം സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തത്. പരാതിക്കാരനായ കുന്നേൽ തോമസിന്റെ മകൻ ജേക്കബിന് നഷ്ടപരിഹാരമായ 4,11,500 രൂപ നൽകിയാണ് ഗ്രാമപഞ്ചായത്ത് നിയമതർക്കം പരിഹരിച്ചത്. PK ബിജു MP ഏറ്റെടുക്കൽ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പുഷ്പലത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പേരപ്പാറ ഡാം തെക്കുംകര ഗ്രാമപഞ്ചായത്തിന് സ്വന്തമാകുന്നതിന്റെ ഭാഗമായി CPMന്റെ നേതൃത്വത്തിൽ ഡാം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഡാമിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏപ്രിൽ 12 മുതൽ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കം ചെയ്യൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പരമായിട്ടും രാഷ്ട്രീയമായിട്ടുമുള്ള പോരാട്ടം, അതിൻ്റെ എല്ലാം ആത്യന്തികമായ ഫലമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ കാർഷിക അഭിവൃദ്ധിക്കും ജീവിത അഭിവൃദ്ധിക്കും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജലസേചന കേന്ദ്രമായി മാറാൻ പോവുകയാണ്. കാഞ്ഞിരപ്പള്ളിയിലെ പേപ്പർ മില്ലിന്റെ പഴയ അവശിഷ്ടങ്ങൾ കത്തിയതിനെ തുടർന്ന് വിഷപ്പുക ശ്വസിച്ച് പരിസരവാസികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. പേപ്പറിന്റെ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് സാമഗ്രികൾ, രാസവസ്തുക്കൾ എന്നിവയാണ് കത്തിയത്. തുടർന്ന് ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി 1.5 മണിക്കൂർ പ്രയത്നിച്ചാണ് തീയണച്ചത്. പാഴ്വസ്തുക്കൾക്ക് തീയിട്ടതോടെ തീയും പുകയും ആളിപ്പടരുകയായിരുന്നു. ഇതോടെ സമീപത്തെ വീടുകളിലുള്ളവർക്ക് ചുമയും അസ്വസ്ഥതയും ഉണ്ടായി. സമീപത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികൾ തടസ്സപ്പെട്ടു.
കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ അക്ഷയ കേന്ദ്രം അടച്ചുപൂട്ടിയിട്ട് മാസം 4ആയി. മുറി ഒഴിഞ്ഞു കിട്ടിയില്ലെന്ന പരാതിയുമായി പോലീസ്. ജില്ലാ അക്ഷയ പ്രൊജക്ട് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ജനുവരിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ അക്ഷയ കേന്ദ്രം പൂട്ടിയത്. കേന്ദ്രം അടച്ചുപൂട്ടുകയാണെന്ന് കാണിച്ച് നടത്തിപ്പുകാരി ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ പോലീസിന് കത്ത് നൽകി. എന്നാൽ അക്ഷയ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന മുറി ഇനിയും ഒഴിഞ്ഞിട്ടില്ല. സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാർക്കും സന്ദർശകർക്കും വിശ്രമ കേന്ദ്രമായി ഉപയോഗിക്കാവുന്ന ഇടമാണ് ഇപ്പോഴും പൂട്ടിയിട്ട നിലയിലുള്ളത്. അടച്ചുപൂട്ടിയ അക്ഷയ കേന്ദ്രം ഒഴിപ്പിക്കുവാൻ ആരോട് പരാതി പറയുമെന്ന് ആലോചിക്കുകയാണ് പോലീസ്. 2012 ജില്ലയിലെ തെരഞ്ഞെടുത്ത 12 പോലീസ് സ്റ്റേഷനുകളോട് ചേർന്ന് അക്ഷയ കേന്ദ്രം ആരംഭിച്ചത്. എന്നാൽ 2017 ഇത്തരം അക്ഷയ കേന്ദ്രങ്ങൾ അടയ്ക്കുവാൻ IT മിഷൻ ഡയറക്ടർ ഉത്തരവിട്ടു. ഇതേ തുടർന്നാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന അക്ഷയ കേന്ദ്രവും പ്രവർത്തനം അവസാനിപ്പിച്ചത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. 79ാമത് കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് വിശുദ്ധ തോമസ് ശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിച്ചു. റെക്ടർ ഫാദർ ആന്റോ ജി ആലപ്പാട്, ഫാദർ സെബദാസ് പുറത്തൂർ, ഫാദർ ജോസഫ് കണ്ണനായ്ക്കൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഫാദർ ആന്റോ ജി ആലപ്പാട്ടിന്റെ നേതൃത്വത്തിൽ കുരിശുമുടിയിൽ നിന്ന് നേർച്ചക്കുടങ്ങളുമായി പൊൻപണം മലയിറക്കൽ ചടങ്ങുമുണ്ടായി. സിസ്റ്റർ മേഴ്സി കരിപ്പായി, പോൾസൺ കുയിലാടൻ എന്നിവർ നേതൃത്വം നൽകി. സമൂഹമാധ്യമങ്ങൾക്ക് അടിമകളായവരെ പഴിക്കുന്നതിനേക്കാൾ അവരെ അതിലേക്ക് നയിക്കുന്നവർ സ്വയം മാറുകയാണ് വേണ്ടതെന്ന് കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അഭിപ്രായപ്പെട്ടു. സംസ്കാര സാഹിതി മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കാനും കലാസാംസ്കാരിക പ്രവർത്തകരെ അനുമോദിക്കാനും ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കവി. VA കേശവൻ നായർ, CP ശങ്കരൻ നായർ എന്നീ സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് അനുസ്മരിച്ചത്. സംഘടനാ ചെയർമാൻ NK സുലൈമാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചെയർമാൻ ഡോക്ടർ അജിതൻ മേനോത്ത്, കൺവീനർ സുനിൽ സുഷശ്രീ, PK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകളിലേക്ക്. KCYM വടക്കാഞ്ചേരി ഫൊറോന പ്രഥമ സെനറ്റ് സമ്മേളനം കരുമത്ര ആരോഗ്യമാതാ പള്ളി ഹാളിൽ നടന്നു. KCYM അതിരൂപത ഡയറക്ടർ ഫാദർ ഡിറ്റോ കുരുവിള ഉദ്ഘാടനം ചെയ്തു. ഫൊറോന പ്രസിഡന്റ് റോണി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഫൊറോന വികാരി ഫ്രാൻസിസ് തരകൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അതിരൂപത പ്രസിഡന്റ് അനൂപ് പുന്നപ്പുഴ, ഫാദർ ജോബി പുത്തൂർ, ഫാദർ ജോയ്സൺ കോരേത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം ഭാരവാഹികളായ P ശിവദാസൻ, K ബാലൻ, P സുരേഷ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 17, 18, 19 തീയതികളിലാണ് വേല മഹോത്സവം. വിശേഷാൽ പൂജകൾ, താലം എഴുന്നള്ളിപ്പ്, കുതിര എഴുന്നള്ളിപ്പ്, ആനപ്പൂരം, കാവടി എന്നിവ നടക്കും. ലോകത്തിന് തന്നെ വഴികാട്ടിയായ ഭാരതീയ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ സംസ്കൃത പഠനം അനിവാര്യമാണെന്ന് ദേശമംഗലം ഓംകാരാശ്രമം മഠാധിപതി സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ. വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം തൃശൂർ ജില്ലാ സമ്മേളനം പാർലിക്കാട് വ്യാസ തപോവനത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്വാമി. വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം ജില്ലാ പ്രസിഡന്റ് N കൃഷ്ണൻ അധ്യക്ഷനായി. വ്യാസ തപോവനം ട്രസ്റ്റി പ്രൊഫസർ സാധു പത്മനാഭൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ സംസ്കൃത പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സാംബവ മഹാസഭ മറ്റത്തൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ വാസുപുരത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PK രവി അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ട്രോഫി താരം PC അനുരാഗിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഷീല തിലകൻ, ചന്ദ്രൻ പുതിയടത്ത്, MK ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫേസ്ബുക്ക് കൂട്ടായ്മയായ താളിയോലയുടെ സ്നേഹസംഗമം ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ ഉദ്ഘാടനം ചെയ്തു. അഭിലാഷ് പുതുക്കാടിന് താളിയോല പുരസ്കാരം കഥാകൃത്ത് സന്തോഷ് എച്ചിക്കാനം സമ്മാനിച്ചു. VK ശ്രീരാമൻ, സുലോചന നാലാപ്പാട്ട്, VS സാജൻ എന്നിവർ സംസാരിച്ചു. CK സന്തോഷ്, ബിന്ദു ദാസ്, അരുൺ രാജ്, അബൂബക്കർ വടക്കൂട്ട് എന്നിവരുടെ ചിത്രപ്രദർശനം നടന്നു. സന്തോഷ് വരച്ച ആമയുടെ 11 ചിത്രങ്ങൾ സമുച്ചയം മ്യൂസിയത്തിലേക്ക് സമർപ്പിച്ചു. കൂട്ടായ്മ അഡ്മിൻ മഹിത ഭാസ്കർ അധ്യക്ഷയായിരുന്നു. മണികണ്ഠ മേനോൻ, രോഹിത് കവിരാജൻ, അബൂബക്കർ വടക്കൂട്ട് എന്നിവർ നേതൃത്വം നൽകി. പെരുവല്ലൂർ സ്വാതന്ത്ര്യ കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്നു വിതരണവും നടത്തി. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ PK രാജൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, കെ സുനിൽകുമാർ, ലിജോ പനക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര കിള്ളിമംഗലം കൊച്ചപ്പൻപടിയിൽ വാട്ടർ അതോറിറ്റിയുടെ മെയിൻ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പാഴാകുന്നു. പൈങ്കുളം പമ്പ് ഹൌസിൽ നിന്നും വരുന്ന ഈ പൈപ്പ് ലൈനിൽ നിന്നുമാണ് വടക്കാഞ്ചേരി, മുള്ളൂർക്കര, ചേലക്കര, പാഞ്ഞാൾ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തുന്നത്. ഒരാഴ്ചത്തോളമായി വെള്ളം പാഴാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. പാഴാകുന്ന വെള്ളം റോഡിനിരുവശത്തുള്ള പാടങ്ങളിലേക്കാണ് ഒഴുകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാർ തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. എത്രയും പെട്ടെന്ന് തകരാർ പരിഹരിച്ചില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുന്നതടക്കമുള്ള സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ജോലികൾ കരാറുകാരെ ഏൽപ്പിക്കുമ്പോൾ നിലവിലുള്ള വാച്ചർമാരുടെ ജോലി നഷ്ടപ്പെടുത്തരുതെന്ന് കേരള ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ AITUC ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR സോമനാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലില്ലി ജോർജ് അധ്യക്ഷത വഹിച്ചു. KFW ജില്ലാ സെക്രട്ടറി P. ശ്രീകുമാർ മുഖ്യാതിഥിയായി. പുതിയ ഭാരവാഹികളായി PJ ജോർജ്, PM കുഞ്ഞുമോൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും തിരുനാളിന് കൊടികേറി. ഫാദർ സിറിയക് ചാലശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റിമാരായ MK വർഗീസ്, CL ജോണി, MJ ജോഷി, PM സിൻഡോ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയത്തിലെ പെരുന്നാളിനോടനുബന്ധിച്ച് മാമ്പഴമേള സംഘടിപ്പിച്ചു. പ്രൊഫഷണൽ ചികിത്സയുടെ നേതൃത്വത്തിൽ പകൽ വീടിന്റെ പ്രോത്സാഹനത്തിനായാണ് മാമ്പഴമേള സംഘടിപ്പിച്ചത്. ഫാദർ ഡേവിസ് ചെറമൽ മേള ഉദ്ഘാടനം ചെയ്തു. 50-ൽ പരം മാങ്ങകളും വിവിധ ഇനം ചക്കകളും മേളയിൽ പ്രദർശനത്തിനുണ്ട്. ഡേവിഡ്, സൈമൺ KJ, തോമസ് EK എന്നിവർ നേതൃത്വം നൽകി. ചേലക്കര, തോന്നൂർക്കര, നരിമട അന്തിമഹാകാളൻ കാവിലെ വിഷുവേല മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പഴയന്നൂർ മധുസ്വാമി കാർമ്മികത്വം വഹിച്ചു. മഹോത്സവത്തോടനുബന്ധിച്ച് 15 വരെ എല്ലാ ദിവസവും വൈകുന്നേരം ചുറ്റുവിളക്ക്, ലളിത സഹസ്രനാമ പാരായണം, കളമെഴുത്തുപാട്ട് എന്നിവ നടക്കും. 16-ന് പുലർച്ചെ വേല ആവർത്തനം, ശുദ്ധികലശം, ഗുരുതി പൂജ എന്നിവയോടെ വിഷുവേലയുടെ ചടങ്ങുകൾക്ക് സമാപനമാകും. കരുവന്നൂർ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിടൽ പ്രവൃത്തികൾക്കിടെ പ്രതിഷേധം. പൈപ്പിടൽ ആരംഭിച്ചയുടൻ ഒരുമന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിതയുടെ നേതൃത്വത്തിൽ ഒരു സംഘം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ K. ബെന്നിയുമായി വാക്കേറ്റമുണ്ടാവുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് ചാവക്കാട് SI K. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. ഒരുമന്നിയൂർ പഞ്ചായത്തിലെ വാർഡുകളിൽ ജല അതോറിറ്റിയുടെ വെള്ളം എത്തുന്നില്ലെന്നും ഇതിന് പരിഹാരം കാണണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിന്മേൽ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോവുകയായിരുന്നു. ഇതോടെ പൈപ്പിടൽ പണി ആരംഭിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസം പൈപ്പിടൽ തടഞ്ഞ ഒരുമന്നിയൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. എരുമപ്പെട്ടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് കാറിന്റെ മുൻവശം തകർന്നു. ആർക്കും പരിക്കില്ല. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് മുൻവശത്ത് വെച്ചാണ് അപകടം നടന്നത്. ആശുപത്രി പരിസരത്ത് വെച്ച് യു-ടേൺ എടുത്ത കാറിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരൻ വാഹനത്തിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എടക്കടിയൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ മാരകായുധങ്ങളുമായി എത്തിയ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തൈക്കൂട്ടത്തിൽ അബു മകൻ നിയാസിനെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. KP വത്സലൻ സ്മാരക ഫുട്ബോൾ മേള കണ്ട് മടങ്ങി വരുമ്പോൾ എടക്കഴിയൂർ സിംഗപ്പൂർ പാലസിന് പരിസരത്ത് വെച്ചായിരുന്നു ആക്രമണം. 3 ബൈക്കുകളിലായി വന്ന സംഘം നിയാസിനെ ഇടിച്ചിട്ട ശേഷം വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. നിയാസിനെ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ SDPI പ്രവർത്തകരാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. മേഖലയിൽ കുറച്ചുനാളായി SDPI ഡിവൈഎഫ്ഐ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. കടങ്ങോട് മുക്കിലപീടികയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. തിച്ചൂർ അണ്ടേക്കാട്ടിൽ അഷ്റഫിനാണ് പരിക്കേറ്റത്. വലതുകൈക്ക് പരിക്കേറ്റ അഷ്റഫിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂരിൽ നെയ്വിളക്ക് ഷീട്ടാക്കിയുള്ള ദർശനത്തിന് വീണ്ടും വർധന. ഞായറാഴ്ച 272 പേരാണ് പുതിയ വഴിപാട് ഷീട്ടാക്കിയത്. ഇതുവഴി ദേവസ്വത്തിന് ലഭിച്ചത് 2,72,000 രൂപ. 4,500 രൂപയുടേത് 22 പേരും വഴിപാടാക്കി. ഗുരുവായൂരിലെത്തുന്ന ഭക്തരെ ചൂഷണം ചെയ്യുന്ന ദർശന മാഫിയയെ നിയന്ത്രിക്കാനാണ് ഭരണസമിതി പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് 2:30 വരെ ദർശനം അനുവദിക്കുന്ന സംവിധാനം നിലവിൽ വന്നത് ഭക്തർക്ക് ഏറെ ഉപകാരപ്രദമായി. ഉച്ചപൂജയ്ക്ക് നട തുറന്നാൽ 1:30 ക്ഷേത്രനട അടച്ചിരുന്നത്. അടപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ സ്മാരക കുരിശുപള്ളിയിൽ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു.
ആഘോഷത്തോടനുബന്ധിച്ച് ഭക്തിനിർഭരമായ ഘോഷയാത്രയും പ്രദക്ഷിണവും നടന്നു. തിങ്കളാഴ്ച ദിവ്യബലി, പ്രദക്ഷിണം തുടങ്ങിയവ നടക്കും. പരിപാടികൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത്, ബിനോയ് കെ കൊച്ചുണ്ണി, പി കെ പ്രചോദ്, കെ കെ ജോൺസൺ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. സന്തോഷ് ട്രോഫി താരം PC അനുരാഗിനെ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസും കോടാലി ഖത്തർ പ്രവാസി കൂട്ടായ്മയും ചേർന്ന് വീട്ടിലെത്തി അനുമോദിച്ചു. ചാലക്കുടി ഡിവൈഎസ്പി CS ഷാഹുൽ ഹമീദ് പൊന്നാട അണിയിച്ചു. വെള്ളിക്കുളങ്ങര SI SL സുധീഷ്, ബിനോജ് അണലിപ്പറമ്പിൽ, സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ എന്നിവർ സംബന്ധിച്ചു. ഒരിടവേള. വാർത്തകളിലേക്ക്. കേരള മഹിളാ സംഘം പാറളം പഞ്ചായത്ത് കൺവെൻഷൻ വെങ്ങിണിശ്ശേരിയിൽ നടന്നു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഹിളാ സംഘം പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് VK ശോഭ അധ്യക്ഷത വഹിച്ചു. ജൈവ കർഷക അവാർഡ് നേടിയ ജ്യോതി പ്രകാശിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷീല വിജയകുമാർ എന്നിവർ സംസാരിച്ചു. വള്ളിശ്ശേരി കുട്ടംകുളങ്ങര നന്മ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനം നടന്നു. മനോജ് കമ്മത്ത് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് AB അനീഷ് അധ്യക്ഷത വഹിച്ചു. സീനിയർ ആർട്ടിസ്റ്റ് ഹരിശ്രീ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. തിരുവള്ളക്കാവ് ദേവസ്വം സെക്രട്ടറി AA കുമാരൻ സൗജന്യ അരി വിതരണം നടത്തി. വടക്കുന്നാഥൻ ദേവസ്വം മാനേജർ KK രാജൻ, തൃത്താമരശ്ശേരി ശിവക്ഷേത്രം മേൽശാന്തി ദാമോദരൻ നമ്പൂതിരി, ER ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മണത്തലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. തിരുവത്ര അത്താണി പുത്തൻപുരയിൽ വീട്ടിൽ അജ്മലിനാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ അജ്മലിനെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും പിന്നീട് തൃശൂർ അശ്വിനി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കോടാലി റെഡ് ബാക്സ് ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സന്തോഷ് ട്രോഫി താരം PC അനുരാഗിന് സ്വീകരണം നൽകി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരിയും കോർഡിനേറ്ററുമായ VK സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പരിശീലകൻ AV രമേശ്, PV പോൾസൺ, PC അനുരാഗ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ വാഴപ്പള്ളി ന്യൂ കേരള കലാസദനം വാർഷികാഘോഷവും കുടുംബസംഗമവും CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. മുൻകാല പ്രവർത്തകരായ MA രാഘവൻ, CS നാരായണൻ, MA ശങ്കരൻകുട്ടി എന്നിവരെയും 51 അമ്മമാരെയും ചടങ്ങിൽ ആദരിച്ചു. KV അബ്ദുൽ ഖാദർ MLA, നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട 40 സ്ത്രീകളെ പങ്കെടുപ്പിച്ച് സ്വയം തൊഴിൽ പരിശീലന ക്ലാസ് നടത്തി. കേക്ക്, കട്ട്ലറ്റ്, സാൻഡ്വിച്ച് നിർമ്മാണത്തെക്കുറിച്ച് ഷബ്ഹാന ഷാജഹാൻ, ടേസ്റ്റിന് ബഡ്സ് റീജിയണൽ മാനേജർ മനോജ് TP എന്നിവർ ക്ലാസ് എടുത്തു. ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ ഭക്തി സാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോർജ് കൊമ്പാറ കാർമ്മികനായി. KCYM തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ ഡിറ്റോ കൂള തിരുനാൾ സന്ദേശം നൽകി. ഫാദർ വർഗീസ് കാക്കശ്ശേരി സഹകാർമ്മികനായി. വൈകിട്ട് ഫാദർ സനോജ് അറങ്ങാശ്ശേരിയുടെ നേതൃത്വത്തിലും ദിവ്യബലി നടന്നു. തിരുനാൾ പ്രദക്ഷിണം, ഫാൻസി വെടിക്കെട്ട്, ഗാനമേള എന്നിവയുമുണ്ടായി. ശ്രീ ശങ്കരാചാര്യ ജയന്തി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ ശങ്കര ജയന്തി സംഗീതോത്സവവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഡോക്ടർ TK വിജയരാഘവന്റെ അധ്യക്ഷതയിൽ പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ MV നടേശൻ മുഖ്യപ്രഭാഷണം നടത്തി. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് BR ബലറാം, MP ഭരത് കുമാർ, ഡോക്ടർ VS വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന് മുന്നോടിയായി സംഗീതോത്സവവും അരങ്ങേറി. തോമസ് ലിഹായുടെയും വിശുദ്ധ സെബാസ്റ്റ്യനസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി. ദിവ്യബലി നടന്നു. കൂനമ്മൂച്ചി പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് പള്ളി വികാരി ഫാദർ റോയ് ജോസഫ് തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് ഫാൻസി വെടിക്കെട്ടും നാടകവും അരങ്ങേറി. രാജ്യവ്യാപകമായി വരുന്ന ദളിത് പീഡനങ്ങൾക്കെതിരെ DCCയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച സത്യഗ്രഹ സമരം നടത്തും. രാഹുൽ ഗാന്ധി നടത്തുന്ന സത്യഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സത്യഗ്രഹ സമരം. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടക്കുന്ന സത്യഗ്രഹ സമരം ഉച്ചയ്ക്ക് 12-ന് സമാപിക്കും. എഡ്യൂക്കേഷൻ ലോണീസ് വെൽഫെയർ ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ സമര പ്രഖ്യാപന കൺവെൻഷൻ തൃശൂരിൽ നടന്നു. കൺവെൻഷൻ അനിൽ അക്കര MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മംഗലാട്ട് രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോജു കോളങ്ങാടൻ, KK വിശ്വനാഥൻ,
ചന്ദ്രൻ മണിയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് വി സതീശൻ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ എം രതി, ഡോക്ടർ UC നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. കൂർക്കഞ്ചേരി ആലുംവെട്ട് വഴിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. 2 ദിവസം മുൻപാണ് പീച്ചിയിൽ നിന്നുള്ള പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ഒഴുകിപ്പോകാൻ ആരംഭിച്ചത്. അധികൃതരെ അറിയിച്ചുവെങ്കിലും തകരാർ പരിഹരിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഗൾഫ് നാടിന്റെ ഗൃഹാതുരത്വമുണർത്തി കയ്പമംഗലത്ത് ഈന്തപ്പന കുലച്ചു. ചളിങ്ങാട് പുഴങ്കരയിലത്ത് അബ്ദുൾ റഹീമിന്റെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ച 2 ഈന്തപ്പനകളിൽ ഒന്നാണ് കുലച്ചിരിക്കുന്നത്. വീടിന് അലങ്കാരമായി ഈന്തപ്പനകൾ വേണമെന്ന ആഗ്രഹത്തിനൊടുവിൽ 3 വർഷം മുൻപ് റഹീം മണ്ണുത്തിയിൽ നിന്ന് ഈന്തപ്പന സംഘടിപ്പിക്കുകയായിരുന്നു. 6 അടിയോളം നീളമുള്ള 2 തൈകൾ കടയോടെ കൊണ്ടുവന്നാണ് നട്ടുപിടിപ്പിച്ചത്. രാജസ്ഥാൻ മരുഭൂമിയിൽ വളരുന്ന ഇനമാണ് രണ്ടും. സാധാരണ ഈന്തപ്പനകൾ പരിപാലിക്കുന്നിടത്ത് പ്രത്യേക വളവും കൃത്രിമ ചൂടും പൊടിക്കാറ്റും പരാഗണവുമൊക്കെ ചെയ്യാറുണ്ട്. മാത്രമല്ല ആൺ പെൺ ഇനങ്ങൾ ഒന്നിച്ചു നട്ടാലേ ഇവ കുലയ്ക്കാൻ സാധ്യതയുള്ളൂ. ഇവിടെ ജലസേചനമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു. 3 ദിവസം മുൻപാണ് കുല വന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഈന്തപ്പഴം കണ്ടിട്ടുണ്ടെങ്കിലും ഈന്തപ്പന കുലയ്ക്കുന്നത് കാണാത്ത നാട്ടുകാർക്ക് ഈ കാഴ്ച കൗതുകമായിരിക്കുകയാണ്. ഇരിങ്ങാലക്കുട പുറത്തശ്ശേരി കോട്ടപ്പാടം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ റോഡിൽ ശയന പ്രദക്ഷിണം നടത്തി. നഗരസഭ 33, 34 വാർഡുകളിലായി വരുന്ന ഈ റോഡ് വർഷങ്ങളായി ടാർ ചെയ്യാത്ത അവസ്ഥയിലാണ്. സമീപത്തെ പാടശേഖരത്തിലേക്ക് നിരവധി വീടുകളിലേക്കുമുള്ള സഞ്ചാരമാർഗമാണ് ഈ റോഡ്. മെറ്റലിംഗ് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് ടാർ ചെയ്യാൻ നടപടി സ്വീകരിച്ചില്ലെന്ന് BJP ആരോപിച്ചു. BJP മുനിസിപ്പൽ പ്രസിഡന്റ് VC രമേശ് സമരം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈജു കുറ്റിക്കാട്ട് അധ്യക്ഷനായിരുന്നു. TK ഷാജു, ജയദേവൻ രാമൻകുളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൂർക്കഞ്ചേരി ആലുംവെട്ട് വഴിയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലടിച്ചു. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് കേരളയുടെ 12ാം സംസ്ഥാന സമ്മേളനം CITU അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ K പ്രേമലത ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് V ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സർക്കാരിന്റെ ആനി മെസ്ക്രിൻ സ്മാരക വനിതാ രത്ന പുരസ്കാരം ജേതാവ് T രാധാമണിയെ ചടങ്ങിൽ ആദരിച്ചു. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ സമ്മേളനം KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. ജവഹർ ബാലഭവനിൽ നടന്ന കൺവെൻഷനിൽ മേയർ അജിത ജയരാജൻ, കമ്മീഷണർ രാഹുൽ ആർ നായർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് K പ്രഭാത് തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ സംഘടനയായ സുകൃതം ഗുരുവായൂർ തിരുവെങ്കിടം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈസ്റ്റർ വിഷു ജീവകാരുണ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തിരുവെങ്കിടം NSS കരയോഗ മന്ദിരത്തിൽ നടന്ന കൂട്ടായ്മ ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. സുകൃതം പ്രസിഡന്റ് മേഴ്സി ജോയ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ M രതി വിഷു കൈനീട്ടം നൽകി. പലവ്യഞ്ജന കിറ്റ്, പ്രതിമാസ പെൻഷൻ എന്നിവ വിതരണം ചെയ്തു. PR സുബ്രഹ്മണ്യൻ, ജോഫി ചൊവ്വന്നൂർ, രാജു ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിചാര AKG ആൻഡ് ഭഗത് സിംഗ് സ്മാരക ഫുട്ബോൾ മേളയിൽ നടന്ന അഭിഭാഷകരും കേരള പോലീസും തമ്മിലുള്ള മത്സരം ശ്രദ്ധേയമായി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് അഭിഭാഷകർ പോലീസിനെ പരാജയപ്പെടുത്തി. ചാവക്കാട് സബ് ജഡ്ജി KN ഹരികുമാർ മുഖ്യാതിഥിയായി. ചാവക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് PM സുരേഷ്, ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ, ചാവക്കാട് CI KG സുരേഷ് എന്നിവരും വിശിഷ്ടാതിഥികളായി. ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബഷീർ, സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രത്യൂഷ്, അഡ്വക്കേറ്റ് VS മോഹൻദാസ് തുടങ്ങിയവർ അഭിഭാഷകരുടെ ടീമിന് നേതൃത്വം നൽകി. വാശിയേറിയ മത്സരത്തിൽ ചാവക്കാട് കോടതിയിലെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് സുധീഷ് K മേനോൻ, അഡ്വക്കേറ്റ് PM വിവേക് എന്നിവർ ഗോളുകൾ നേടി. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ 1993 SSLC ബാച്ചിന്റെ രജത ജൂബിലിയും സ്നേഹസംഗമവും ആഘോഷിച്ചു. ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുൻ പ്രധാനാധ്യാപകൻ KP ജോർജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബി പുത്തൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു. അജിത് പോൾ, E ഉഷാദേവി, ശ്രീലത രാജ്കുമാർ, KR ബിന്ദു, TT ബെന്നി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും നടന്നു.
കണ്ണയത്ത് മുഹമ്മദ് ആഷിഖ് മെമ്മോറിയൽ ചികിത്സാ സഹായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. തെക്കൻ പാലിയൂർ സ്കൈനൈറ്റ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങ് കെ വി അബ്ദുൾ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർമാൻ NK അക്ബർ അധ്യക്ഷനായി. ഫാമിസ് അബൂബക്കർ, PV പീറ്റർ, ഡോക്ടർ ഷൌജാദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗൈനക്കോളജി, നെഫ്രോളജി തുടങ്ങിയ വിഭാഗങ്ങളിലാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത്. നിർധനയായ വയോധികയ്ക്കും അയൽവാസികൾക്കും ആശ്വാസമായി. കടങ്ങോട് പഞ്ചായത്ത് ജനകീയ വികസന മുന്നണി കുടിവെള്ളത്തിനായി ആദൂർ നിവാസിയായ നബീസയുടെയും അയൽവാസികളുടെയും വർഷങ്ങളുടെ കാത്തിരിപ്പിനോട് ഇതോടെ അറുതിയായത്. ആദൂർ പള്ളിക്ക് സമീപം 2 സെന്റ് സ്ഥലത്താണ് ഏക മകളോടൊപ്പം നബീസ താമസിക്കുന്നത്. നിർധനയും വിധവയുമായ നബീസ കുടിവെള്ളം ലഭിക്കാതെ വർഷങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ജനകീയ മുന്നണി ഭാരവാഹികൾ വിഷയത്തിൽ ഇടപെടുകയും കുഴൽക്കിണർ നിർമ്മിച്ചു കൊടുക്കുന്നതിന് തീരുമാനമെടുക്കുകയുമായിരുന്നു. മുന്നണി ഭാരവാഹി റഫീഖ് ഹൈദ്രോസിന്റെ നേതൃത്വത്തിൽ മഹർ ജമാൽ ഇസയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. നബീസയുടെ വീടിനോട് ചേർന്ന് കുഴൽക്കിണർ നിർമ്മിച്ച് വാട്ടർ ടാങ്ക് സ്ഥാപിച്ചു. പരിസരവാസികൾക്ക് കുടിവെള്ളം എടുക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജനകീയ വികസന മുന്നണി കൺവീനർ ജലീൽ ആദൂർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഹക്കീം ഭാഗവി അധ്യക്ഷനായി. പ്രകൃതി ജീവന സംഘടനയായ ജീവ ഗുരുവായൂർ സംഘടിപ്പിക്കുന്ന ആരോഗ്യ രക്ഷാവാരം ഈ മാസം 22 മുതൽ 29 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് വിളംബര ജാഥ, ജീവവൃക്ഷ തൈനടൽ, പ്രകൃതി പാനീയ പാചക കളരി, പാനീയ പ്രദർശനം തുടങ്ങിയവ നടക്കും. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ PK ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് ആരോഗ്യരക്ഷാ സെമിനാറിന്റെ ഉദ്ഘാടനം KV അബ്ദുൾ ഖാദർ MLA നിർവഹിക്കും. ഭാരവാഹികളായ ഡോക്ടർ PA രാധാകൃഷ്ണൻ, രവി ചങ്കത്ത്, PI സൈമൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയിലെ വിളക്കാട്ടുപാടം ദേവസൂര്യ റോഡ് ടാറിംഗ് പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഗുരുവായൂർ വാർഡ് കൗൺസിലർ ബിന്ദു അജിത് കുമാർ നാടമുറിച്ച് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഭിലാഷ് KC യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. റെജി വിളക്കാട്ടുപാടം, TK സുനിൽ, MG ഗോകുൽ, TK സുരേഷ് എന്നിവർ സംസാരിച്ചു. ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ മേഖലാ പഠന ക്യാമ്പ് ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് സ്കൂളിൽ ആരംഭിച്ചു. വേനൽ തുമ്പി എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പ് 5 ദിവസം നീണ്ടുനിൽക്കും. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KK മുരളീധരൻ, S ബസന്തലാൽ, കുട്ടുമണി തുടങ്ങിയവർ സംസാരിച്ചു. പാലയൂരിൽ പുതുഞായർ തിരുനാളിന്റെ തിരുകർമ്മങ്ങൾ തളിയക്കുളം കപ്പേളയിൽ നടന്നു. മേരിമാത മേജർ സെമിനാരിയിലെ പ്രൊഫസർ ഫാദർ സൈജൻ തൈകാട്ടിൽ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രദക്ഷിണവും തിരുശേഷിപ്പ് വണക്കവും ഉണ്ടായിരുന്നു. രാവിലെ 10:30 ദിവ്യബലി നടന്നു. തിരുകർമ്മങ്ങൾക്ക് റെക്ടർ ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, ഫാദർ ജസ്റ്റിൻ തേക്കാനത്ത് എന്നിവർ നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സന്തോഷ് ട്രോഫി താരം PC അനുരാഗിന് സ്വീകരണം നൽകി. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി IR അരവിന്ദാക്ഷൻ, ഫൗസിയ ഷാജഹാൻ, PC അനുരാഗ് എന്നിവർ സംസാരിച്ചു. മൂന്നുമുറി ചെമ്പകശ്ശേരി പ്രഭാകരന്റെ സ്മരണയ്ക്കായി സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, കോടാലി മെർച്ചന്റ്സ് അസോസിയേഷൻ, മെർച്ചന്റ്സ് വെൽഫെയർ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് സന്തോഷ് ട്രോഫി താരം PC അനുരാഗ് ഉദ്ഘാടനം ചെയ്തു. മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി IR അരവിന്ദാക്ഷൻ, ഉണ്ണികൃഷ്ണൻ ചെമ്പകശ്ശേരി, ഡോക്ടർ ജിതിൻ രാജ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 200 പേർ വൃക്കരോഗ നിർണയ പരിശോധനയ്ക്ക് വിധേയരായി. അഞ്ചേരി SNDP യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിഷുക്കിറ്റ് വിതരണം ചെയ്തു. അഞ്ചേരി കാർഷികേതര സൊസൈറ്റി ഹാളിൽ K രാജൻ MLA വിഷുക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. SNDP യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് രമേശ് കളരിക്കൽ അധ്യക്ഷത വഹിച്ചു. മിമിക്രി കലാകാരനായ സുധീഷ് അഞ്ചേരിയെ ചടങ്ങിൽ ആദരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ സുരേഷിനി സുരേഷ്, മനു പ്രസാദ് കുറുവത്ത്, ബാബു മേലിട്ടെ എന്നിവർ സംസാരിച്ചു. ചേലക്കര മാരിയമ്മൻ കോവിലിലെ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം UR പ്രദീപ് MLA നിർവഹിച്ചു. 24 മന തെലുങ്ക് ചെട്ടി സമുദായം പ്രസിഡന്റ് A ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ E വേണുഗോപാല മേനോൻ, സമുദായം ചെട്ടിക്കാരൻ CV ഗിരീന്ദ്രൻ, ഗുരു ശരൺ, രാജേഷ് നമ്പ്യാത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
ഒരുമനിയൂർ പഞ്ചായത്തിലെ ഭൂരഹിതരായ 8 കുടുംബങ്ങൾക്ക് ഭൂമി നൽകി ഒരുമനിയൂർ സെൻട്രൽ കമ്മിറ്റി മാതൃകയായി. ഒരുമനിയൂർ പഞ്ചായത്തിന് സമീപം 3 സെന്റ് വീതമാണ് ഭൂമി നൽകിയത്. പഞ്ചായത്തിലെ ഭൂരഹിതരായവരിൽ നിന്ന് അർഹതപ്പെട്ടവരെ കണ്ടെത്തിയാണ് ഭൂമി നൽകിയത്. ഒരുമനിയൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത കുണ്ടിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരുമ പ്രസിഡന്റ് PM താഹിർ അധ്യക്ഷനായി. തഹസിൽദാർ പ്രേംചന്ദ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KJ ചാക്കോ, P അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പാറപ്പുറത്ത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിനെതിരെ പരാതി. 60 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വായനശാല കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നതിനെതിരെയാണ് വ്യാപാരികൾ രംഗത്തെത്തിയത്. പഞ്ചായത്തിലെ 3-ാം വാർഡിലെ വ്യാപാരികളാണ് തങ്ങളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി സമർപ്പിച്ചത്. എന്നാൽ പരാതി നൽകിയതിന് തൊട്ടടുത്ത ദിവസം തന്നെ യാതൊരു മുന്നറിയിപ്പും നൽകാതെ കമ്മ്യൂണിറ്റി ഹാളിന്റെ പ്രവർത്തനം അധികൃതർ തുടങ്ങുകയാണുണ്ടായതെന്നും വ്യാപാരികൾ പറയുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കടമ്പോട് ALP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മോരുടി ഗ്രാമമന്ദിരത്തിൽ മികവുത്സവം സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം PS അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സുഭാഷിണി സന്തോഷ്, പ്രധാനാധ്യാപിക KK ഇന്ദിര, സ്കൂൾ മാനേജർ CK ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. ഉഭയൂർ ശിവക്ഷേത്രം റോഡിന്റെ ഉദ്ഘാടനം PK ബിജു MP നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി അധ്യക്ഷയായി. TK വാസു, ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KK സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രീതി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അഴിമതി ആരോപണങ്ങൾക്കിടെ കൊരട്ടി ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു മണവാളനെ സ്ഥലം മാറ്റി. അന്വേഷണ സമിതി വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന് ഒരു വിഭാഗം വിശ്വാസികൾ. ആമ്പല്ലൂരിൽ എഞ്ചിൻ ഓയിൽ വിൽപ്പനശാലയിൽ വൻ അഗ്നിബാധ, നഷ്ടം 40 ലക്ഷത്തിലേറെ രൂപയുടെ. ഹാരിസൺ റബ്ബർ പ്ലാന്റേഷനിലെ ചൊക്കന എസ്റ്റേറ്റ് ക്യാന്റീന് സമീപം വീണ്ടും കാട്ടാന ഇറങ്ങി, തൊഴിലാളികൾ ഭീതിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.